ഹലോ ഒരുവണ്ണം. അപ്പോൾ ഇന്നത്തെ പരീക്ഷ ചിലർക്കൊക്കെ പാടായിരുന്നു എന്ന് കേട്ടു. ഒരു ഫിനാൻസുകാരന് എളുപ്പമായിരിക്കും, ബട്ട് അറിയാം നിങ്ങൾ അങ്ങനെ അത്ര ഒരു ഡെപ്തിലൊന്നും കാര്യങ്ങൾ അറിയാതെ വെറുതെ പരീക്ഷ നിർദ്ദേശത്തിൽ പഠിച്ച ഉണ്ട്. ഞാൻ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ സത്യാവസ്ഥ പറഞ്ഞു. നിങ്ങൾ ഫിനാൻസിനോടുള്ള താല്പര്യം കൊണ്ട് വന്നവർ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് പലർക്കൊരു ബുദ്ധിമുട്ട് തോന്നി. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. ഓക്കെ, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എളുപ്പമാണോ പാടാണോ എന്നുള്ളത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം ഒന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരും തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഒന്ന് നോക്കാം, നിങ്ങൾ എഴുതിയേക്കത് ശരിയാണോ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാട്ട് ഈസ് ടൈം വാല്യൂ ഓഫ് മണി, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്ന ചോദ്യത്തിന് ഞാൻ ചെറുതായിട്ട് ഉത്തരം പറഞ്ഞു, നിങ്ങളൊക്കെ കാണാൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. എന്നാലും പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് മണി കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പോയതായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പം ഉണ്ടായിക്കാണില്ല, എന്നാലും എല്ലാവർക്കും കണ്ടു എഴുതാൻ പറ്റിക്കാണില്ലെന്ന് എനിക്കറിയാം. ഇതും വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റിയും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കാര്യം മുമ്പ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ബിസിനസ് വാല്യുവേഷൻ്റെ കാര്യം. എങ്കിലും ഞാനും അത് എഴുതിയിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പോട്ടെ, വാട്ട് ഈസ് ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ഉറപ്പായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞ സാധനമാണ് ആ മൊഡ്യൂളിൻ്റെ അകത്ത് നിന്ന്. ആ ബ്ലോക്കിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, അത് ചോദിച്ചിട്ടുണ്ട്. ഇതെന്തായാലും ആ വീഡിയോ കാര്യമായിട്ട് എടുത്തവർക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ക്ലാസ്സസ് കാര്യമായിട്ട് എടുത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവും. കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല പൊതുവെ ഫിനാൻസിൻ്റെ അകത്ത് ഈ ഒരു സാധനം ചോദിക്കാറുണ്ട്. പിന്നെ ഇതും ഞാൻ ആണായിട്ട് പറഞ്ഞതാണ്, ഇക്വിറ്റി ഷെയർ ഡിബഞ്ചർ തമ്മിൽ വ്യത്യാസം. വേണമെങ്കിൽ ഒന്നും കൊടുത്ത് ആ വീഡിയോ കണ്ടോക്ക്. ഞാൻ ഇത് മുമ്പേ പ്രൊഡിക്റ്റ് ചെയ്ത സാധനമാണ്. ഏതെങ്കിലും ഒന്നും വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇക്വിറ്റി ഷെയർ ഡിബഞ്ചർ എന്ന് പറഞ്ഞു. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് തന്നെ ചോദിച്ചു. പിന്നെ ഡിവിഡൻഡ് ഡിസിഷനും അതും നമ്മൾ ഒരുപാട് തവണ നോക്കിയതാണ്. അത്ര ഡെപ്തിൽ നോക്കി സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു. ഇന്ന് രാവിലെയും കൂടെ പലരും എന്നെ വിളിച്ച് ചോദിച്ചു ആ തിയറീസ് എന്തൊക്കെയായിരുന്നു. അപ്പം ഇതും നിങ്ങൾ അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ പോയി കാണും. ഞാൻ പറയുന്നത് നമ്മൾ ക്ലാസ്സിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റേതായ ഒരു കാഴ്ചപ്പാടി പറയുന്നതല്ല. എന്താണ് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയൊക്കെ ഒരു ചായ്വ് കണ്ടിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് സീരിയസ് ആയിട്ട് എടുത്തവർക്ക് എന്താ എഴുതിയിട്ടുണ്ടാവും, ഇതും എഴുതിയിട്ടുണ്ടാവും, ഇതും നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അവർക്ക് എന്തായാലും എഴുതിയിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ 2 ക്വസ്റ്റ്യൻ എങ്കിലും സിമ്പിളും കൂടെയാണ്. ഇത് രണ്ടും പഠിക്കാൻ അങ്ങനെ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധനമാണ്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഉറപ്പുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മൾ NPVയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. NPV പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പേബാക്ക് എഴുതാൻ പറ്റത്തില്ല, പേബാക്ക് എഴുതിയാൽ തെറ്റും. പേബാക്ക് എന്തല്ല, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡല്ല. പിന്നെന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ 3 മെത്തേഡാണ് പൊതുവെ ഇവിടെ വരേണ്ടത്. നമ്മൾ NPV ചെയ്യാൻ ഒട്ടുമിക്ക എല്ലാവരും കഷ്ടപ്പെട്ട് പഠിച്ച സാധനം. ആ സ്റ്റെപ്സ് ഒന്ന് ഇവിടെ എഴുതി വെച്ചിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു കണ്ടൻറ്റ് ആയെങ്കിൽ ഇവിടെ. 6ാമത്തെ ക്വസ്റ്റ്യൻ പോട്ടെ, പെട്ടെന്ന് ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ സാധനമാണ്. ഞാൻ ഈ കാര്യം ക്ലാസ്സിൻ്റെ അകത്ത് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. ബിഹേവിയർ ഫിനാൻസും ട്രഡീഷണൽ ഫിനാൻസും തമ്മിലുള്ള വ്യത്യാസം അത് അതേപോലെ ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ച് തീർക്കുന്നത് ഞാനത് പറയുന്നതൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു സമാധാനത്തിന്, എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഒരു 4 ക്വസ്റ്റ്യൻ വളരെ നിസ്സാരമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് എല്ലാവരെയും ചതിച്ച സാധനം. പക്ഷേ സിമ്പിൾ സാധനമാണ് കേട്ടോ. എന്താണ് EPS കണ്ടുപിടിക്കുക, ഏർണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുക. ഒന്നുമില്ല, എത്രയാണോ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥർക്ക്, നമ്മുടെ കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ കയ്യിൽ ബാക്കിയുള്ള തുക, അത് ഡിവൈഡഡ് ബൈ എത്ര ഷെയർസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ കിട്ടും ഏർണിങ്സ് പെർ ഷെയർ. അതായത് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടി ബാക്കി വെച്ചിരിക്കുന്ന ടോട്ടൽ തുക, അത് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഷെയർ ഉണ്ട്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമടാ, ഈ പറഞ്ഞ സാധനം കിട്ടും, ഏർണിങ്സ് പെർ ഷെയർ കിട്ടും. അത് ഈ പറഞ്ഞ 3 സിറ്റുവേഷനിൽ നോക്കുക. അത് നമ്മൾ ഗോർഡനൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഗോർഡൻ പറയുന്നതല്ലേ, സോറി, തിയറി ഉണ്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ. അതിനകത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്, കൂടുതൽ ഡെപ്റ്റ് വന്നാൽ ഓണേഴ്സിന് കിട്ടുന്ന റിട്ടേൺ കൂടും. ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്ന് അറിയത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൂടുതൽ എന്ത് കിട്ടണം, നമ്മൾ ക്യാപിറ്റലിൻ്റെ അകത്ത് ഇക്വിറ്റിയേക്കാൾ എന്ത് വരണം, പിന്നെ അല്ലെങ്കിൽ ഇക്വിറ്റിയോളം തന്നെ എന്ത് വരണം, നമ്മുടെ കടവും വരണം, ഡെപ്റ്റും വരണം. എങ്കിൽ ആർക്കാണ് ഗുണമാവുന്നത്, ഓണേഴ്സിനാണ് ഗുണമാവുന്നതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞൊരു സാധനത്തിനെ പ്രാക്ടിക്കലി തെളിയിക്കുക എന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, മൊത്തത്തിൽ ഒരു 5 ലക്ഷം രൂപ വേണം. അതിനുള്ള 3 വഴികളാണ് പറയുന്നത്. ഒരു വഴി
എന്താണ് ഈ പറഞ്ഞ 50,000 ഷെയർസ് വിറ്റ് എടുക്കുക. രണ്ടാമത്തെ വഴി 25,000 ഷെയർസും 2,500 ഡിബഞ്ചേഴ്സും. വില വരുമ്പോൾ എന്ത് തരാം, എല്ലാം 5 ലക്ഷം വരെ തന്നെ. ഈ 3 വഴി കൂടെ പോയാലും 5 ലക്ഷം തന്നെ കിട്ടും. പക്ഷേ ഏണിങ്സ് പെർ ഷെയർ നോക്കുമ്പോൾ ഫസ്റ്റ് കേസിൽ 1 രൂപ എന്തോ വരും, സെക്കൻഡ് കേസിൽ 2 രൂപ, തേർഡ് കേസിൽ 1.7 അങ്ങനെ എന്തോ കിട്ടും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏണിങ്സ് കിട്ടുന്നത് എവിടെയാണ്? ഈ രണ്ടാമത്തെയാണ്. അപ്പോൾ രണ്ടാമത്തേതാണ് ഏറ്റവും മികച്ചതെന്ന് എഴുതണം. ഓക്കെ, അതാണ് ആൻസറിൻ്റെ ഒരു പോക്ക്. പോട്ടെ, നിങ്ങൾക്ക് അതിപ്പം ഇനി കഴിഞ്ഞ വട്ടങ്ങൾ വെച്ച് ചിന്തിക്കത്തേ ഇല്ലെന്നറിയാം. ബട്ട് സ്റ്റിൽ ഇനി വരുന്നവരെങ്കിലും ഒന്ന് അറിഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി സമയമില്ല, നാളത്തെ പരീക്ഷയുണ്ട്, എല്ലാവരും നോക്കാം. ഞാൻ അതിൻ്റെയും എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. വീണ്ടും പറയുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, അവിടെ ചോദിക്കുക. ഓക്കെ, കോഴ്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എൻ്റെ ആപ്പിൻ്റെ അകത്ത്, അവിടെ കമൻറ്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ ദാറ്റ്. ഓക്കെ, താങ്ക് യു.